ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3ാം ക്ലാസ്സിലെ EVSൻ്റെ 4ാമത്തെ യൂണിറ്റ് ദ പവർ ഓഫ് ക്ലീൻലിനെസ് നമ്മൾ ഓൾറെഡി ഈ യൂണിറ്റ് പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ പാഠത്തിലേക്ക് വരാം. അതിൻ്റെ നോട്ട്സാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, which are the occasions when we should wash our hands with soap and water? ഏതൊക്കെ സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകേണ്ടത്? ഏതൊക്കെയാണ്? ഒന്ന് എന്താണ്? ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്, ഫുഡ് ആഹാരം കഴിക്കുന്നതിന് മുൻപും ആഹാരം കഴിച്ചതിന് ശേഷവും. ദെൻ ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്, നമ്മൾ ടോയ്ലറ്റിൽ പോയതിന് ശേഷം. പിന്നെ ആഫ്റ്റർ ട്രാവലിംഗ്, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കൈകൾ കഴുകണം. ബിഫോർ കുക്കിംഗ്, പാചകം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈകൾ കഴുകണം. ആഫ്റ്റർ ടേക്കിംഗ് കെയർ ഓഫ് പെറ്റ് ആനിമൽസ്, നമുക്ക് പെറ്റ് ആനിമൽസ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ അതിനെയൊക്കെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൈകൾ കഴുകണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻസ് ഇഫ് വി ആർ നോട്ട് ട്രിമ്മിങ് അവർ നെയിൽസ്? നമ്മൾ നഖം ട്രിം ചെയ്യുന്നില്ല, വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പഠിച്ചത്? വെൻ വി ഈറ്റ് ഫുഡ്, ദ ജേംസ് ഇൻ ദ ഡേർട്ട് അണ്ടർ ദ നെയിൽസ് വിൽ റീച്ച് അവർ സ്റ്റൊമക്ക്. നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് നമ്മുടെ നഖത്തിനിടയിലുള്ള അഴുക്കൊക്കെ നമ്മുടെ വയറ്റിൽ ചെല്ലും. ഇറ്റ് കോസ് ഡിസീസസ്, അത് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ തിങ്സ് ഷുഡ് വി കെയർ അബൌട്ട് ടു കീപ് ഗുഡ് ഹെൽത്ത്? നല്ല ആരോഗ്യം, നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ബാത്ത് എവറിഡേ, എല്ലാ ദിവസവും കുളിക്കുക. ഷുഡ് നോട്ട് വെയർ വെറ്റ് ഓർ ഡേർട്ടി ക്ലോത്ത്സ്, നനഞ്ഞ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ബ്രഷ് 2 times a day, ദിവസം 2 തവണ ബ്രഷ് ചെയ്യുക. നമ്മൾ പഠിച്ചു, ഒന്ന് ആഹാരത്തിന് മുമ്പ് രാവിലെ, പിന്നെ വൈകിട്ട് ഡിന്നർ കഴിച്ചതിന് ശേഷം. ദെൻ ട്രിം നെയിൽസ്, നഖങ്ങൾ വെട്ടി വൃത്തിയാക്കി വെക്കുക. ഇനി നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് പേഴ്സണൽ ഹൈജീൻ? എന്താണ് പേഴ്സണൽ ഹൈജീൻ? ആൻസർ എന്താണ്? പേഴ്സണൽ ഹൈജീൻ മീൻസ് കീപ്പിംഗ് യുവർ ബോഡി ആൻഡ് ക്ലോത്ത്സ് ക്ലീൻ, വാഷിംഗ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, ബാത്തിങ്, ക്ലീനിങ് ടീത്ത് ആൻഡ് ട്രിമ്മിങ് ആൻഡ് ക്ലീനിങ് നെയിൽസ്. അപ്പോൾ എന്തൊക്കെയാണ് പേഴ്സണൽ ഹൈജീനിൽ വരുന്നത്? നമ്മുടെ ബോഡിയും ക്ലോത്ത്സും വൃത്തിയാക്കി വയ്ക്കുക, അതുപോലെ ഹാൻഡ്സും ഫീറ്റും കഴുകുക, കുളിക്കുന്നത്, അതുപോലെ ടീത്ത് ക്ലീൻ ചെയ്യുന്നത്, നമ്മുടെ നഖം ട്രിം ചെയ്ത് വെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പേഴ്സണൽ ഹൈജീനിൽ ഉൾപ്പെടുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ നോട്ട് മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ? നമ്മൾ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് പേഴ്സണൽ ഹൈജീൻ ഈസ് നോട്ട് മെയിൻറ്റെയിൻ, ദർ ഇസ് എ ചാൻസ് ടു ഗെറ്റ് ഡിസീസസ്. അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഏതൊക്കെ അസുഖങ്ങളാണ്? ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ് ആൻഡ് റാഷസ് ആർ സം ഓഫ് ദം. ഡിസെൻട്രി, കോൾഡ്, സ്കാബീസ്, റാഷസ്, ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൈ വി ഷുഡ് കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ? എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത്? മൊസ്കിറ്റോസ്, റാറ്റ് ആൻഡ് ഹൗസ് ഫ്ലൈസ് വിൽ മൾട്ടിപ്ലൈ ഇഫ് അവർ സറൗണ്ടിങ്സ് ആർ നോട്ട് ക്ലീൻ. പരിസരം വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കൊതുക്, എലി, ഈച്ച, ഇതൊക്കെ ഒരുപാട് പെരുകും. ദീസ് ക്രീച്ചേഴ്സ് സ്പ്രെഡ് മെനി ഡിസീസസ് ടു അസ്. ഇത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുത്തി വയ്ക്കും. അതുകൊണ്ടാണ് പരിസരം വൃത്തിയായി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചല്ലേ? വെള്ളം കെട്ടിക്കിടക്കുന്നത് തടയണം, ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് ക്ലീൻ ചെയ്യണം എന്നൊക്കെ പഠിച്ചു അല്ലേ? ഓക്കെ, ഇനി നമുക്ക് 7th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ക്യാൻ വി പ്രിവെൻറ്റ് ഡിസീസസ്? രോഗങ്ങൾ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ രോഗങ്ങൾ വരുന്നത് നമുക്ക് എങ്ങനെ തടയാൻ പറ്റും? എന്താണ് ആൻസർ? ബേത്ത് ഇൻ ക്ലീൻ വാട്ടർ, നല്ല വെള്ളത്തിൽ, ശുദ്ധമായ വെള്ളത്തിൽ നമ്മൾ കുളിക്കുക. അവോയ്ഡ് യൂസിങ് സ്റ്റാഗ്നൻറ്റ് വാട്ടർ, കെട്ടിക്കിടക്കുന്ന വെള്ളം, അതായത് ഒഴുക്കില്ലാതെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇല്ലേ, അത് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. ഓൾവേസ് യൂസ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ ഫോർ ഡ്രിങ്കിങ്, കുടിക്കാനായിട്ട് തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം തണുപ്പിച്ചെടുത്ത വെള്ളം മാത്രം കുടിക്കാനായിട്ട് ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും? അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാൻ കഴിയും. 8th ക്വസ്റ്റ്യൻ നോക്കിക്കേ. സോർട്ട് ദി ഒബ്ജെക്ട്സ് മെൻഷൻ ബിലോ ആൻഡ് പുട്ട് ദം ഇൻ ദി അപ്രോപ്രിയേറ്റ് വേസ്റ്റ് ബിൻ. എന്തൊക്കെ ഒബ്ജക്ട്സ് ആണ്? PVC പൈപ്പ്, ബനാന, പെസ്റ്റിസൈഡ് ബോട്ടിൽസ്, വെജിറ്റബിൾ വേസ്റ്റ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, ബൾബ്, ഫുഡ് വേസ്റ്റ്, എക്സ്പയർഡ് മെഡിസിൻ, പ്ലാസ്റ്റിക് കവേഴ്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ്. നമ്മൾ 3 ബോക്സസ് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ?
ഒരു റെഡും ഒരു യെല്ലോയും ഒരു ഗ്രീനും. എന്തൊക്കെയായിരുന്നു? നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്ന വേസ്റ്റ്, ചെയ്യാത്ത വേസ്റ്റ്, അതുപോലെ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റ്. അപ്പോൾ നമുക്കിതാ ഇവിടെ കൊടുത്തിരിക്കുന്ന പോലെ ഇങ്ങനെ അതിനെ തരംതിരിച്ച് എഴുതാം. ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൽ അലിയാത്ത, ഡീകമ്പോസ് ചെയ്യാത്തത് ഏതൊക്കെയാണ്? PVC പൈപ്പ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാസ്റ്റിക് കവേഴ്സ്. ഇനി ഓർഗാനിക് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണിൽ അലിയുന്നവ ഏതൊക്കെയാണ്? ബനാന, വെജിറ്റബിൾ വേസ്റ്റ്, ഫുഡ് വേസ്റ്റ് എന്നിവ വരും. നെക്സ്റ്റ് വൺ ഹസാഡസ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ദോഷം ചെയ്യുന്നതായിട്ടുള്ളത് ഏതൊക്കെയാണ്? ബൾബ്, പെസ്റ്റിസൈഡ് ബോട്ടിൽസ്, എക്സ്പയർഡ് മെഡിസിൻസ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനൊരു ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ഡീകമ്പോസ് ആകുന്നതും ആകാത്തതും ഹസാഡസും കറക്റ്റ് ഇങ്ങനെ തരംതിരിച്ച് എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് പിക്ചറിൽ കാണുന്നത്? പ്ലാസ്റ്റിക് കത്തിക്കുന്നതാണ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ബേണിംഗ് ഓഫ് പ്ലാസ്റ്റിക്? എന്തൊക്കെ പ്രോബ്ലംസ് ആണ്? ഒന്ന് എയർ പൊല്യൂഷൻ അല്ലേ, പിന്നെന്താണ്? കോസസ് ഡിസീസസ്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. ഹാംഫുൾ ടു സോയിൽ, മണ്ണിന് അതുപോലെ അത് ഒരുപാട് ദോഷം ചെയ്യും. നമ്മൾ പഠിച്ചു മണ്ണിൽ ഒരുപാട് ജീവികളുണ്ട്, അതിനെയൊക്കെ അത് നശിപ്പിച്ച് കളയും. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു പാഠത്തിൽ നോട്ട്സിൽ കൊടുത്തേക്കുന്നത് പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങളൊന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്